ഹലോ ഗൈസ്, വെൽക്കം ടു ട്രീം ഫാമിലി. ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല. ഇന്ന് ഞങ്ങളെ ബേബിക്ക് ഞങ്ങളൊരു ചെയർ വാങ്ങി ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്യാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ പെട്ടി തുറക്കാനുള്ള പരിപാടി തുടങ്ങിയിരിക്കുകയാണ്. വേറെ ആരുമല്ല പെട്ടി തുറക്കുന്നത്, അനു ജേക്കബ് വിത്ത് കത്രിക. അങ്ങനെ കത്രികയായിട്ട് തന്നെ ഇറങ്ങി പെട്ടി പൊട്ടിക്കാനുള്ള പരിപാടി തുടങ്ങി. അങ്ങനെ ഓരോ സ്ഥലം ടാപ്പും അവിടെയും ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഒരു സൈഡ് കട്ട് ചെയ്യുമ്പോൾ വേറൊരു സൈഡ് കട്ട് ചെയ്യാനുള്ളതായിട്ട് തോന്നി. അങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് ഫൈനലി തുറന്നു. അങ്ങനെ അൺബോക്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിലേക്ക് എന്താ സംഭവം, അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ പിന്നെ നമ്മുടെ നൊസ്റ്റാൾജിക്ക് മറ്റേ ബബിൾസ് കവറുണ്ടല്ലോ, അതിങ്ങനെ പൊട്ടിച്ച് പിന്നെ ആദ്യം ഞങ്ങൾ എടുത്ത ഇതാട്ടോ. ഇത് സീറ്റിൻ്റെ ബാക്കിൽ വെക്കുന്ന ഒരു സീറ്റിൽ വെക്കുന്ന കവറാണ് കേട്ടോ. പിന്നെ ഇത് ഫുഡ് റെസ്റ്റാണ്. പിന്നീട് ഇതാണ് വരുന്ന പൈപ്പുകൾ. ഈ പൈപ്പുകളിലാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഇത് വരുന്നത് ഇതെന്താ സംഭവം ചെയ്യാൻ പറയട്ടെ. ഇത് മറ്റേ കുഞ്ഞിന് കളിക്കാനുള്ള പരിപാടി കേട്ടോ. അതിൻ്റെ അത് വെച്ച് ഇങ്ങനെ കറക്കി കളിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തു. ഇതാണ് മെയിൻ സംഭവം. ഇതാണ് കുട്ടിക്കിരിക്കാനുള്ള സീറ്റ്. അങ്ങനെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി അവസാനം അതെടുത്ത് ഇനി എൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കുകയാണ്. ഇനി എൻ്റെ അകത്ത് ഒന്നുമില്ല, കവർ മാത്രമേ ഉള്ളൂ. ഇത് ഇനി ഇവള് കളയില്ല കേട്ടോ. ഇത് ഇനി ഇവള് ഒരു 10 ദിവസം ഇത് വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിൻ്റെ അകത്ത് വീണ്ടും ഒരു സാധനം എന്തത് അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ബ്ലൂ പ്രിൻ്റൊക്കെ നോക്കി വലിയ കാര്യത്തിൽ അവസാനം എൻ്റെ കയ്യിൽ തന്നു. അച്ചാച്ച ഇതൊന്ന് ശരിയാക്കി അച്ചാച്ച. അങ്ങനെ എനിക്ക് പിന്നെ ഇത് ഭയങ്കര എളുപ്പമായതോടെ പിന്നെ പേടിക്കേണ്ടതൊന്നും വന്നില്ല. ഞാൻ ഇത് എങ്ങനെ ഭഗവാനും ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങുമെന്നൊരു പിടിയില്ല. എന്തായാലും ഫിറ്റ് ചെയ്യാൻ ആദ്യം വിചാരിച്ചു. അങ്ങനെ ഇത് സ്റ്റീലിൻ്റെ സംഭവം വരുന്നത് കേട്ടോ. കൊള്ളാം, പക്ഷെ അത്ര വലിയ ബലമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 2 വർഷമൊക്കെ വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ അതൊക്കെ മറ്റേ തോക്കൊക്കെ ഫിറ്റ് ചെയ്യുന്ന പോലെ ഫീലിംഗ് കിട്ടി കേട്ടോ അത് ഫിറ്റ് ചെയ്തപ്പം. അങ്ങനെ ഒന്നിൻ്റെ ബാക്കിൽ ഒന്നായിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കി വരും. ഞാൻ 4 സംഭവം സെറ്റാക്കി വെച്ചു. അങ്ങനെ സെറ്റാക്കി പിന്നെ ഇങ്ങനെ ഓരോ ഇതിലും ഒരു 4 ഇതുണ്ടാവും, അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ സ്ട്രെച്ചർ ഉണ്ടാക്കി വെച്ചു. ഇനിയാണ് കുറച്ച് അലങ്കോല പരിപാടികൾ. ഇത് 4 സംഭവത്തിൻ്റെ സ്റ്റാൻഡിൻ്റെ അടിവശത്ത് വരുന്നതാണ് കേട്ടോ, ഈ ടൈൽസൊക്കെ സ്ക്രാച്ച് ആവാണ്ടിരിക്കാൻ വേണ്ടി. അങ്ങനെ അതും ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. സത്യം പറയാം ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു ഉദ്ദേശം വെച്ച് അങ്ങനെ ചെയ്ത് വന്നപ്പോൾ പിന്നീട് മനസ്സിലായി ഇത് എവിടെയാണ് വരുന്നതെന്നൊരു പിടിയില്ല. ഞാൻ വെച്ചത് ഇതിൻ്റെ ഇടയിലെങ്ങാനും ആണ് ഇത് സംഭവം. മറ്റേ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചിൻ്റെ കൈയൊക്കെ മറ്റേ ഫുഡൊക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ്. ഹാൻഡ് റെസ്റ്റ് ആണ്, പക്ഷേ ഇത് എവിടെ വെക്കണ്ടേന്നൊരു പിടിയും കിട്ടിയില്ല. ഞാൻ നോക്കി എവിടെയാണോ എന്തോ. അങ്ങനെ പിന്നീട് വെച്ച് അത് പിന്നീട് ചെയ്യാം. ആദ്യം ഫുഡ് റെസ്റ്റ് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഓരോന്ന് തീർത്ത് വയ്ക്കുമ്പോഴല്ലേ മറ്റത് എവിടെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഫുഡ് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അവളിങ്ങനെ ടക്ക് എന്നും പറഞ്ഞ് എൻ്റെ ബബിൾസ് പൊട്ടിക്കാൻ തുടങ്ങി. സത്യം പറയാം എനിക്കത് കണ്ടപ്പോൾ സത്യം പറയാം വാങ്ങിച്ച് പൊട്ടിക്കണമെന്ന് തോന്നി. അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി ഇത് ഇവിടെയൊന്നും അല്ല. അത് നോക്കാം. അത് നോക്കിയിട്ടും വലിയ ഗുണമൊന്നും തോന്നില്ല. പിന്നീട് മനസ്സിലായി ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചാൽ പോരെ. ഇവള് വിചാരിച്ചു ഞാൻ പരാജയമാവുമെന്ന് വിചാരിച്ചിട്ട് അവൾ ക്യാമറ മുമ്പിൽ വന്ന് ഷോ ആണ് ചേട്ടാ. പക്ഷേ സംഭവം അവസാനമാണ്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഫൈനലി ഞാൻ ഫുഡ് റെസ്റ്റ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞിൻ്റെ നമുക്ക് 2 അളവാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഏറ്റവും മേലെ കൊടുക്കാം. കാരണം കുഞ്ഞ് ഇപ്പോൾ കാല് വെക്കാൻ പറ്റുന്ന ഈ ഹൈറ്റിലേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് ഫിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം സെറ്റാക്കി ലാസ്റ്റ് ബേബീനെ അതിലിരുത്താൻ തുടങ്ങി. ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ തുടങ്ങി. ആദ്യം അവൾക്കിത് സംഭവം ഒന്നും മനസ്സിലായില്ല. പിന്നീട് അവളെ പയ്യെ ഇരുത്തി. ആദ്യം ഒന്നും സെറ്റായില്ല കേട്ടോ. പിന്നീട് അവളെ കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. പിന്നീട് അമ്മ ഹെൽപ്പ് ചെയ്തു. പിന്നെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്ത് പിന്നെ അവസാനം പിന്നെ ശരിയാക്കി. അവൾ ആദ്യം ചെന്ന് പിടിച്ച ആ ഫ്രണ്ടിലത്തെ ഇതാട്ടോ. ഫ്രണ്ടിൽ കിടന്ന് ഇങ്ങനെ കറക്കുന്ന സാധനമാണ്. സത്യം പറഞ്ഞാൽ അതാണ് ഇതിലെ ഹൈലൈറ്റ്. ഗൈസ്, അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവർ നോക്കിയെടുത്തോ കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. വേറെ നല്ല വാവയ്ക്ക് ഒരു ഷെയർ വാങ്ങിച്ചു. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനിയും വീഡിയോസ് കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തോ. ബൈ, താങ്ക് യു.